എടാ മഴയൊക്കെയല്ലേ, ഒരു 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് നമുക്ക് പോയല്ലേ എന്ന് കൂട്ടുകാരൻ പറഞ്ഞപ്പോ 200 എടുക്കല്ലാത്തോണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് വെച്ചിട്ട് ഞാൻ വീടിന്റെ അവിടെ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞു. മഴ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിന്റെ അവിടുത്തെ കുളം, അമ്പലം, ഇതൊക്കെ ഒരു വൈബ്. ഈ വൈബൊക്കെ ആസ്വദിക്കുന്നതിന്റെ ഇടയിൽ എന്റെ ചവിട്ടില് ചെറുതായിട്ട് കുറച്ച് വെള്ളം 2 ദിവസം ഇരുന്നു വെള്ളം പോകാൻ വേണ്ടിട്ട്. പക്ഷെ സംഭവം അങ്ങോട്ട് കയറി വലുതായി, ചെവിയുടെ ഭാഗം നെക്കാൻ പറ്റാത്തൊരവസ്ഥ. വീടിന്റെ അടുത്ത് തന്നെ ഒരു ഡോക്ടർ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവാ. പാപ്പൂനും വിളിച്ച് വേദന എടുത്ത ചെവിയും വെച്ച് എന്നെ വെള്ളത്തിലിറങ്ങാൻ പ്രോത്സാഹിപ്പിച്ച ഒന്നാണ്. എവിടെ വേദന എടുക്കണ്ടോ അവിടെ പിടിച്ചിട്ടൊക്കെയാണ് ഡോക്ടർ സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചെത്തേണ്ട അവസ്ഥ ചെയ്യുന്നത്. പറഞ്ഞ പ്രകാരം പോയിട്ട് മരുന്നൊക്കെ മേടിച്ചു. 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു പോണ്ട ഞാൻ ഇവിടെ ഇപ്പൊ ചെലവാക്കിയത് 700 രൂപയാണ്. ചില നേരത്ത് കൂട്ടുകാരന്മാര് പറഞ്ഞ എന്റെ കൂടെ വന്നോണ്ട് മാത്രം ഞാൻ ചായയൊക്കെ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വണ്ടി ഓടിക്കുമ്പോ ഫോണൊന്നും പിടിക്കാൻ കൊടുത്തത്. പിന്നല്ലേ ഈ കാട്ടിക്കൂട്ടായം, അതൊക്കെ എനിക്ക് വീഡിയോക്ക് വേണ്ടി പ്രത്യേകം എടുത്ത് തന്ന സാധനമാണ്. ചെന്നപ്പോ അബീത്തും കൂടി ഉണ്ട്. ഇതാണ് സീത ഹോട്ടൽ. ഒരു കൊല്ലത്തിൽ 365 ദിവസവും ഞങ്ങൾ ഇവിടെ വരാറ്. ഇവരെന്നെ കണ്ടതും കൈകൊണ്ടൊക്കെ എന്തോ ആക്ഷൻ കാണിക്കണ്ടേ. ഇതെന്താണ് പറയണേന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ കമന്റിൽ പറയും. പിന്നെ ഇവന്മാർക്ക് ഞാൻ കൊക്കക്കോളയും ചായയോട്ടെല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനും ചായ കുടിച്ചു. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ റംബൂട്ടാൻ. എന്റെ അവിടത്തില്ല, എന്റെ വീടിന്റെ അവിടേക്ക് പോണ വഴിയിലുള്ളതാണ്. അപ്പൊ ഞാൻ അത് കഴിക്കട്ടെ. ബൈ ബൈ.